മുരളീധരൻ തിരികെ എത്താം. കെ വി അബ്ദുൽ ഖാദർ, നുഫൈസ എന്ന യുവതിയുടെ വാർത്ത മീഡിയ വൺ പുറത്തുവിട്ടത് താങ്കൾ ശ്രദ്ധയിൽപ്പെട്ട് കാണും. അവരുടെ ഭർത്താവ് മുഖ്യമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കും പ്രവാസികാര്യമന്ത്രിക്കും ഒക്കെ പരാതി നൽകിയിരുന്നു. പക്ഷേ അത്തരമൊരു പരാതി കേരളത്തിൽ പ്രവാസികളുടെ ചുമതലയുള്ള മന്ത്രി കെ സി ജോസഫിന്റെ പക്കൽ എത്തിയില്ല എന്ന പ്രതികരണമാണ് ഉണ്ടായത്. ഈ യുവതിയുടെ വിഷയത്തിൽ ഇവർ നിരപരാധിയാണെന്ന് ഇവരുടെ ബന്ധുക്കൾ ആവർത്തിക്കുന്നു. മുരളീധരനെ പോലുള്ള പ്രവാസി സാമൂഹ്യ പ്രവർത്തകർ ആവർത്തിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കാൻ താങ്കൾ തയ്യാറാവുമോ? തീർച്ചയായിട്ടും ഇത് സത്യത്തില് നുസൈബയുടെ പ്രശ്നം ചൂണ്ടിക്കാണിച്ചത് വളരെ 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 പ്രസക്തമായിട്ടുള്ള സംഭവമാണ്. പക്ഷെ മന്ത്രി ഇത് കിട്ടിയില്ല, അറിയുന്നില്ല എന്നൊക്കെ പറയുന്നത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ എന്റെ വ്യക്തിപരമായ ഒരു അനുഭവം പറയട്ടെ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മലപ്പുറം ജില്ലയിലെ ഒരു വനിത സൗദി അറേബ്യയില് ഇത്തരത്തിൽ തൊഴിലിന് പോയിട്ട് കഷ്ടപ്പെടുന്ന ഒരു പ്രശ്നം മറ്റൊരു ചാനൽ പുറത്തു കൊണ്ടുവന്നു. ഈ വിഷയം ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും പ്രവാസികാര്യ മന്ത്രിക്കും നേരിട്ട് കൊടുത്തതാണ്. പക്ഷേ അവിടെ ബന്ധപ്പെടുന്ന സംഘടനാ പ്രവർത്തകരോട് എംബസിയിൽ നിന്ന് പറയുന്നത് ഞങ്ങൾക്ക് യാതൊരു അറിയിപ്പും കിട്ടിയില്ല, ഞങ്ങൾ എന്ത് ചെയ്യും, അവര് കൈമലർത്തുകയാണ്. അപ്പോൾ നുസൈബയുടെയും പ്രശ്നം ഇത് അറിയാഞ്ഞിട്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ ഭരണാധികാരികൾ കാണിക്കേണ്ട സത്യസന്ധതയും മനുഷ്യത്വവും കാണിക്കാൻ സന്നദ്ധമാവണം. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലാണ് നമ്മുടെ നയതന്ത്ര കാര്യാലയമായി പ്രവർത്തിക്കേണ്ടത്. ഞാൻ മറ്റു ചില രാജ്യങ്ങളിലെ എംബസികളുടെ പ്രവർത്തനം പലപ്പോഴും എടുത്തു പറയാറുണ്ട്. ഇപ്പൊ ഫിലിപ്പീൻ എംബസി കുവൈറ്റില് വലിയ ഇഷ്യൂ ഉണ്ടായപ്പോൾ, ഇപ്പൊ ഈയിടെ ഉണ്ടായപ്പോൾ അവരുടെ ആളുകളെ ജയിലിൽ ചെന്ന് അവർക്ക് ലീഗൽ അസിസ്റ്റൻസ് നൽകുന്നതിൽ അവരുടെ എംബസി ഉദ്യോഗസ്ഥർ വളരെ ശക്തമായിട്ട് ഇടപെടുകയുണ്ടായി. നമ്മളാവട്ടെ മാറി നിന്ന് കുറ്റം പറയുകയും ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന നിലപാടുകൾ തുടരുകയും ചെയ്യാണ്. ഇവിടെ സൗദി അറേബ്യയില് സത്യത്തിൽ എംബസിയുടെ ഭാഗത്തു നിന്നൊക്കെ കേൾക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപമാണ്. ഫണ്ടിന്റെ അഭാവമാണെന്ന് പറയാൻ കഴിയില്ല. കേരള ഗവൺമെന്റ് ഓരോ എംബസിക്കും 25 ലക്ഷം രൂപ വെച്ച് നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ സഹായിക്കാൻ, ടിക്കറ്റ് എടുക്കാൻ കഴിയാത്ത ആളുകൾക്ക് നൽകാൻ ഒക്കെ 25 ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെന്റ് ബജറ്റിൽ മാറ്റിവെച്ചിരുന്നു. പക്ഷേ നിയമപരമായിട്ടുള്ള സാങ്കേതിക തടസ്സം പറഞ്ഞ് ആ ഫണ്ട് വാങ്ങാൻ തയ്യാറായിട്ടില്ല ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം എന്നാണ് എന്റെ അറിവ്. അപ്പൊ സത്യത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഫണ്ട് ഒരു പ്രശ്നമല്ലാതിരിക്കെ കാര്യങ്ങൾ ഇടപെടാതിരിക്കുന്നതിന് ഒരു ന്യായീകരണവുമില്ല. ഏതായാലും മീഡിയ വൺ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ കാണിക്കുന്ന ഈ താല്പര്യം തന്നെയാണ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കെ വി അബ്ദുൽ ഖാദർ, ആറ്റക്കോയ പള്ളിക്കണ്ടി, യഥാർത്ഥത്തിൽ പ്രവാസികളുടെ അവസ്ഥ വളരെ ഭീതിതമാണ്. ഒരു ചെറിയ നിയമപ്രശ്നം ഉണ്ടായാൽ പോലും അല്ലെങ്കിൽ ചെറിയൊരു ആരോപണം ഉന്നയിച്ചാൽ പോലും ജയിലിൽ കഴിയേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. എങ്ങനെ മറികടക്കും പ്രവാസി സമൂഹം ഈ വെല്ലുവിളിയെ? യഥാർത്ഥത്തിൽ പ്രവാസി സംഘടനകൾക്ക് ഇക്കാര്യത്തിൽ എന്തൊക്കെയോ റോളുകൾ നിർവഹിക്കാനില്ലേ? പ്രവാസി സംഘടനകൾക്ക് ധാരാളം റോളുകളുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ സഹായം അവർ ഉത്തരവാദിത്വം നിറവേറ്റിയാൽ മാത്രമേ ഇത് പൂർണ്ണമായി നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. പ്രവാസി സംഘടനകളെ സംബന്ധിച്ച് അവരുടേതായിട്ടുള്ള പരിമിതിയുണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന്. സർക്കാർ പ്രശ്നങ്ങളിൽ നിന്ന് പൂർണ്ണമായി അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ ഇതിൽ നിന്ന് പൂർണ്ണമായി മുഖം തിരിഞ്ഞു നിൽക്കുന്ന കാലത്തോളം ഈ പ്രശ്നങ്ങളായി നിൽക്കും. അതിന് പരിഹാരങ്ങൾ കാണുന്നില്ല. നമ്മൾ പ്രക്ഷോഭം നടത്തുന്നു, അതോടൊപ്പം തന്നെ നിവേദനങ്ങൾ നടത്തുന്നു, അവരെ സമീപിക്കുന്നു. പക്ഷേ മാനസികമായ ഒരു സമീപനം അവരിൽ നിന്ന് ഉണ്ടാകാത്ത കാലത്തോളം ഇതിന് എന്നെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാകാത്തത് ഇപ്പോഴും അടിസ്ഥാനപരമായിട്ട് വോട്ട് എന്ന നമ്മളെ സംബന്ധിച്ചോളം പൂർണ്ണമായിട്ട് പ്രായോഗികമായിട്ടില്ല. ഒരു വോട്ടവകാശം അതിപ്പം ഇനിയും പാർലമെൻറ്റിൽ അത് സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ കൂടി ഉണ്ട്. അതുണ്ടായാൽ മാത്രമേ ഇത് സംബന്ധിച്ചുള്ള ശക്തമായ ഇടപെടൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ കാലങ്ങളായി പ്രവാസി സംഘടനകൾ ഇത്തരം പ്രശ്നങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അത് പെടുത്താത്തത് കൊണ്ടല്ല, അറിയാത്തത് കൊണ്ടുമല്ല. പക്ഷേ അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നടിക്കുന്നു എന്നാണ് എന്നെ സംബന്ധിച്ച്. ആറ്റക്കോയ പള്ളിക്കണ്ടി ഇവിടെ പങ്കുവച്ചതാണ് യഥാർത്ഥത്തിൽ സത്യം. കാരണം എല്ലാവരും ഈ കാര്യങ്ങളിൽ നിരാശ തന്നെ പങ്കുവയ്ക്കുന്നു. ഭരണകൂടത്തിന്റെ കാര്യത്തിൽ, സംസ്ഥാന സർക്കാരിന്റെ കാര്യത്തിൽ, കേന്ദ്ര സർക്കാരിന്റെ കാര്യത്തിൽ. പ്രവാസി സമൂഹം ഒരു വോട്ട് ബാങ്കായി രൂപപ്പെടുന്നതുവരെ പ്രവാസിയുടെ ഈ ദുരിതം തുടരുമെന്ന് തന്നെയാണ് മിഡിൽ ഈസ്റ്റ് ന്യൂസിൻ്റെയും ആശങ്ക. ന്യൂസ് മിഡിൽ ഈസ്റ്റ് ഈ ചർച്ച അവസാനിപ്പിക്കുന്നു. ഒരു ഇടവേളയിലേക്ക് പോകും. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത കെ വി അബ്ദുൽ ഖാദർ, അതുപോലെ മുരളീധരൻ, ശ്രീ ആറ്റക്കോയ പള്ളിക്കണ്ടി. സിറിയയിൽ അമേരിക്കൻ സൈനിക നടപടി ഒഴിവാക്കാൻ രാസായുധങ്ങൾ അന്താരാഷ്ട്ര നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവരണമെന്ന പുതിയ നിർദ്ദേശവുമായി റഷ്യ രംഗത്തെത്തി. നിർദ്ദേശത്തെ സിറിയൻ വിദേശകാര്യമന്ത്രി വാലിദുൽ മുഅല്ലിം സ്വാഗതം ചെയ്തു.
റഷ്യയുടെ നിർദ്ദേശം നടപ്പാക്കാൻ UN സുരക്ഷാ സമിതി സിറിയയോട് ആവശ്യപ്പെടുമെന്ന് സെക്രട്ടറി ജനറൽ ബാൻ കി മൂൺ പറഞ്ഞു. ഇന്ന് രാവിലെയാണ് സിറിയൻ വിദേശകാര്യമന്ത്രി വാലിദുൽ മുഅല്ലിമും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും തമ്മിൽ മോസ്കോയിൽ കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് രാസായുധങ്ങൾ അന്താരാഷ്ട്ര നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവരാനുള്ള റഷ്യൻ നിർദ്ദേശത്തെ സിറിയൻ വിദേശകാര്യമന്ത്രി വാലിദുൽ മുഅല്ലിം സ്വാഗതം ചെയ്തത്. എന്നാൽ അസദ് സർക്കാർ ഇതിനെ അംഗീകരിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഒരാഴ്ചക്കകം രാസായുധങ്ങൾ കൈമാറിയാൽ സൈനിക നടപടി ഒഴിവാക്കാമെന്ന് ജോൺ കെറി ലണ്ടനിൽ വെച്ച് പറഞ്ഞിരുന്നു. നിർദ്ദേശം നടപ്പിലാക്കാൻ സിറിയയെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ബ്രിട്ടൻ പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂൺ പാർലമെന്റിൽ പ്രസ്താവിച്ചു. എന്നാൽ നിർദ്ദേശം ചർച്ച ചെയ്യുന്നത് അസദ് നടത്തിയ രാസായുധാക്രമണത്തിനെതിരായ നീക്കത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാകരുതെന്നും കാമറൂൺ കൂട്ടിച്ചേർത്തു. നിർദ്ദേശത്തെ സ്വാഗതം ചെയ്ത UN സെക്രട്ടറി ജനറൽ ബാൻ കി മൂൺ നിർദ്ദേശം നടപ്പിലാക്കാൻ സിറിയയോട് ആവശ്യപ്പെടുന്ന കാര്യം സുരക്ഷാ സമിതി പരിഗണിക്കുമെന്ന് ജനീവയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. അതേസമയം രാസായുധാക്രമണം നടത്തിയ സിറിയയെ അപലപിച്ച് 14ലധികം രാജ്യങ്ങൾ ഒപ്പുവെച്ച പ്രസ്താവന വൈറ്റ് ഹൌസ് പുറത്തിറക്കി. സിറിയക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പ്രസ്താവനയിൽ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. സിറിയക്കെതിരായ അമേരിക്കയുടെ സൈനിക നടപടിയെ 25 രാജ്യങ്ങൾ പിന്തുണക്കുന്നുണ്ടെന്ന് വൈറ്റ് ഹൌസ് അവകാശപ്പെട്ടു. വരും ദിവസങ്ങളിൽ അമേരിക്കൻ കോൺഗ്രസ് സൈനിക നടപടി സംബന്ധിച്ച് തീരുമാനം കൈക്കൊള്ളുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 16-ന് ചേരുന്ന സെനറ്റ് ഈ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുത്തേക്കും. ന്യൂസ് ഡെസ്ക് മീഡിയ 1. സിറിയയിൽ രാസായുധം പ്രയോഗിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്ന G20 രാഷ്ട്രങ്ങളുടെ ആവശ്യത്തെ ഖത്തർ പിന്തുണയ്ക്കുന്നുവെന്ന് ഖത്തർ വിദേശകാര്യമന്ത്രി. അമേരിക്കയുടെ വിദേശകാര്യമന്ത്രി ജോൺ കെറിയുമായി നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി ഖത്തറിന്റെ നിലപാട് അറിയിച്ചത്. സിറിയയിലെ ജനങ്ങളെ ഏത് വിധേനയും രക്ഷിക്കണമെന്ന തീരുമാനമാണ് 2 ദിവസം മുമ്പ് റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ച് നടന്ന 12ാം G20 രാഷ്ട്രങ്ങളുടെ യോഗത്തിൽ തീരുമാനമായത്. സ്വന്തം ജനങ്ങൾക്ക് മേൽ രാസായുധം പ്രയോഗിച്ച ബഷാർ ഭരണകൂടത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് രാഷ്ട്രങ്ങൾ ആവശ്യപ്പെട്ടു. മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങൾ ചർച്ച ചെയ്യാൻ പാരീസിൽ ചേർന്ന മന്ത്രിതല യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഖത്തർ വിദേശകാര്യമന്ത്രി ഖാലിദ് അൽ അത്തിയ സിറിയൻ വിഷയത്തിൽ ഖത്തർ നിലപാട് വ്യക്തമാക്കിയത്. സിറിയൻ ജനതയെ സഹായിക്കാൻ വേണ്ടത് ഖത്തർ ചെയ്യുമെന്നും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ UN-മായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും അത്തിയ കൂട്ടിച്ചേർത്തു. قطر تتدارس الآن مع الأصدقاء ومع الولايات المتحدة الأمريكية ما يمكن أن تقدمه قطر في سبيل حماية الشعب السوري. ഫലസ്തീൻ മേഖലയിൽ ഇസ്രായേൽ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തണമെന്ന് അൽ അത്തിയ ജോൺ കെറിയോട് ആവശ്യപ്പെട്ടു. മുന്നിൽ തടസ്സങ്ങളുണ്ടെങ്കിലും അമേരിക്കയുമായി സഹകരിച്ച് സമാധാന ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റമീസ് ചാത്തിയാറ, മീഡിയ 1, ഖത്തർ. 6 ഗൾഫ് രാജ്യങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന റെയിൽവേ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി GCC റെയിൽ അതോറിറ്റി രൂപവൽക്കരിക്കുന്നു. മസ്കത്തിൽ GCC സെക്രട്ടേറിയറ്റ് ഉപദേഷ്ടാവ് ഡോക്ടർ റമീസ് അൽ അസാറാണ് ഇക്കാര്യം അറിയിച്ചത്. കുവൈത്തിൽ നിന്ന് തുടങ്ങി സൗദി, ഖത്തർ, ബഹ്റൈൻ, UAE എന്നീ രാജ്യങ്ങളിലെ നഗരങ്ങൾ താണ്ടി ഒമാനിലെ മസ്കത്തിൽ അവസാനിക്കുന്ന റെയിൽവേ ശൃംഖലയാണ് GCC റെയിൽ പദ്ധതി. 2200 കിലോമീറ്റർ പദ്ധതിയുടെ നിർമ്മാണം ഓരോ രാജ്യത്തെയും അതാത് സർക്കാരുകളാണ് നിർവഹിക്കുന്നത്. ഇതിൻ്റെ മേൽനോട്ട ചുമതല GCC റെയിൽ അതോറിറ്റിക്കായിരിക്കും. ബഹ്റൈനിൽ ഈ മാസം നടക്കുന്ന ഗൾഫ് ഗതാഗത മന്ത്രിമാരുടെ യോഗവും ഒക്ടോബറിൽ നടക്കുന്ന ധനകാര്യമന്ത്രിമാരുടെ സമ്മേളനവും അതോറിറ്റി രൂപവൽക്കരണത്തിന് അന്തിമ രൂപം നൽകും. പദ്ധതി നടത്തിപ്പിനായി ഓരോ രാജ്യവും പിന്തുടരേണ്ട മാർഗരേഖയും ഇതോടൊപ്പം തയ്യാറാക്കും. GCC റെയിൽ പദ്ധതിക്ക് ഒമാൻ സജ്ജമായി കഴിഞ്ഞതായി ഗതാഗത മന്ത്രി അഹമ്മദ് അൽ ഫുതൈഷി പറഞ്ഞു. We have decided on the energy to be used. We have decided on the cities, on the capacities, the speed, everything. And we are ready also to float it very soon for the construction. സൗദിയിൽ GCC റെയിൽവേയുടെ ഭാഗമാകേണ്ട 150 കിലോമീറ്റർ പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. UAEയും പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. $200 ബില്യൺ ചെലവിട്ട് 2018 പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. മീഡിയ 1, മസ്കത്ത്. ഗാർഹിക വിസയിൽ കുവൈത്തിലെത്തിയ മലയാളി യുവാവിനെ 3 മാസമായി കാണാനില്ല. സ്പോൺസർ സൗദിയിലേക്ക് കടത്തിയെന്ന് സംശയിക്കുന്നതായി യുവാവിന്റെ സുഹൃത്ത് ആരോപിച്ചു. കൊല്ലം പള്ളിമൺ സ്വദേശി സുജിത്തിനെയാണ് കാണാതായത്. 3 മാസം മുമ്പ് അബ്ബാസിയിൽ പ്രവർത്തിക്കുന്ന വാദ നൈഫ് എന്ന റിക്രൂട്ട്മെന്റ് ഏജൻസിയിൽ നിന്നെടുത്ത വിസയിൽ ഇമാനുദ്ദീൻ തന്നെയാണ് കൊല്ലം പള്ളിമൺ സ്വദേശി സന്ധ്യാഭവനിൽ സുജിത്തിനെ കുവൈത്തിലേക്ക് കൊണ്ടുവന്നത്. ഇക്കഴിഞ്ഞ മെയ് 15-ന് കുവൈറ്റിലെത്തിയ സുജിത്ത് സ്പോൺസറുടെ വീട്ടിൽ 2 ആഴ്ചയോളം ജോലി ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് ഇയാളെ സ്പോൺസർ സൗദി മരുഭൂമിയിലേക്ക് കടത്തുകയും ആടുമേക്കൽ ജോലിക്ക് നിയോഗിക്കുകയും ചെയ്തത്. വിവരമറിഞ്ഞ സുജിത്തിന്റെ വീട്ടുകാർ ഇമാനുദ്ദീനെ പ്രതി ചേർത്ത് നോർക്കയിൽ പരാതി നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നോർക്ക ഡയറക്ടർ കുവൈത്തിലെ ഇന്ത്യൻ എംബസിക്ക് കത്തയക്കുകയും ചെയ്തിരുന്നു.
ഞാൻ അവിടുന്ന് ഇവൻ വന്ന് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ നാട്ടിൽ പോണത്. ഞാൻ നാട്ടിൽ പോയതിന് ശേഷം അവൻ എനിക്കൊരു ഫോൺ കോൾ വന്നു, അവൻ്റെ ഒരു കോള് വന്നു. അപ്പോൾ ഇത് കഷ്ടപ്പാടാണ്, പ്രശ്നമാണ്, എൻ്റെ ജോലി പ്രശ്നമാണ്, അങ്ങനെയാണ്, അവന് ഭക്ഷണമില്ല, വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, ഉറങ്ങാൻ സ്ഥലമില്ല, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് മരുഭൂമിയിലാണ് കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞു. എന്നാൽ താൻ കാരണം മരുഭൂമിയിൽ കുടുങ്ങിയ സുജിത്തിനെ കണ്ടെത്താനായി വീണ്ടും കുവൈത്തിലെത്തിയ ഇമാനുദ്ദീൻ സ്പോൺസറുമായി ബന്ധപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്നാണ് എംബസിയിൽ കഴിഞ്ഞ 1-ാം തീയതി പരാതി നൽകിയത്. എന്നാൽ പരാതി സ്വീകരിച്ചതല്ലാതെ ഇതുവരെ സുജിത്തിനെ കണ്ടെത്താൻ എംബസി ഒരു നടപടിയും എടുത്തില്ല എന്ന് ഇയാൾ പറയുന്നു. തിരുവനന്തപുരത്ത് നോർക്കയിൽ അത് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് എംബസി കൊടുത്തു, എല്ലായിടത്തും കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ഇവിടുത്തെ എംബസി കൊടുത്തിട്ട് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. എംബസിയിൽ നിന്നാണെന്ന് പറഞ്ഞ് സുജിത്തിന്റെ സ്പോൺസർ വിളിച്ചപ്പോൾ തൃപ്തികരമല്ലാത്ത മറുപടിയാണ് ലഭിച്ചതെന്ന് ഇമാനുദ്ദീന്റെ സുഹൃത്തായ കോഴിക്കോട് സ്വദേശി അജ്മൽ പറഞ്ഞു. സുജിത്തിന്റെ കാര്യത്തിൽ എംബസിയുടെ ഭാഗത്തു നിന്ന് കാര്യമായ നീക്കങ്ങളൊന്നുമില്ലാത്തതിനാൽ തന്റെ കഫീലിന്റെ സഹോദരൻ മുഖേന ഫിർദൌസ് പോലീസിൽ പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് ഇമാനുദ്ദീൻ ഇപ്പോൾ. മുനീർ അഹമ്മദ്, മീഡിയ 1 കുവൈത്ത്. പാസ്പോർട്ട് അടക്കമുള്ള എംബസി സേവനങ്ങളുടെ പേരിൽ പ്രവാസികളെ ചൂഷണം ചെയ്യുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സൗദിയിലെ ഇന്ത്യൻ എംബസി അധികൃതർ വ്യക്തമാക്കി. ഇത്തരം സേവനങ്ങൾക്കായി പ്രവാസികൾ അനധികൃത ഇടനിലക്കാരെ സമീപിക്കരുതെന്ന് DCM സിബി ജോർജ് വാർത്താസമ്മേളനത്തിൽ മുന്നറിയിപ്പ് നൽകി. ഒന്നിലധികം പാസ്പോർട്ട് കയ്യിലുള്ളവർ എംബസിയിൽ സറണ്ടർ ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എംബസിയുടെ കോൺസുലാർ സേവനങ്ങൾ വേഗത്തിലും സുതാര്യമായും ലഭിക്കുമ്പോഴും പ്രവാസികൾ ഇടനിലക്കാരുടെ ചതിക്കുഴിയിൽ ചാടുന്ന സാഹചര്യത്തിലാണ് പുതിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. പാസ്പോർട്ട് പുതുക്കുന്നതുൾപ്പെടെയുള്ള ഇന്ത്യൻ എംബസിയുടെ കോൺസുലർ സേവനങ്ങൾക്ക് സ്വകാര്യ സ്ഥാപനങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടില്ല. ഇതിനായി സ്വകാര്യ വ്യക്തികളോ സ്ഥാപനങ്ങളോ പ്രവാസികളിൽ നിന്ന് പണം ഈടാക്കുന്നുണ്ടെങ്കിൽ നിയമവിരുദ്ധമാണെന്നും എംബസി വ്യക്തമാക്കി. There are no agents, no agency, no general services agency is authorized by the embassy, and if anyone is doing their services, it is illegal. No commission, no money. അപേക്ഷ ലഭിച്ച് 3 ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട് പുതുക്കി നൽകുന്നുണ്ട്. തൽക്കാൽ പാസ്പോർട്ട് ആവശ്യക്കാർക്ക് 1 ദിവസം കൊണ്ടും പുതുക്കി നൽകും. കഴിഞ്ഞ 8 മാസത്തിനിടെ 90,984 പാസ്പോർട്ടുകൾ ഇത്തരത്തിൽ പുതുക്കി നൽകിയതായും അദ്ദേഹം വിശദീകരിച്ചു. പുതുക്കാനുള്ള പാസ്പോർട്ട് ശേഖരിച്ച് എംബസിക്ക് നൽകുന്നതിനുള്ള അനുമതി മാത്രമാണ് ഔട്ട്സോഴ്സ് കേന്ദ്രങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഇതുകൂടാതെ വിദേശ ഇന്ത്യക്കാരുടെ ഒരു വിധത്തിലുള്ള കോൺസുലർ സർവീസുകൾക്കും മറ്റ് ഇടനിലക്കാരെ സമീപിക്കരുത്. അനധികൃതമായി ഒന്നിലധികം പാസ്പോർട്ട് കയ്യിലുള്ളവരോ വ്യാജവിലാസത്തിൽ പാസ്പോർട്ട് സ്വന്തമാക്കിയവരോ ഉണ്ടെങ്കിൽ എംബസിയുമായി ബന്ധപ്പെട്ട് പാസ്പോർട്ട് സറണ്ടർ ചെയ്ത് നിയമോപദേശം തേടണം. So if anybody is having a passport, it is illegal, they should immediately approach the embassy and surrender both the passports, or if they have more, all the passports. It is illegal. നിത്താക്കാത്ത് സംബന്ധമായ അധിക ജോലികൾക്കൊപ്പം വിസ സർവീസ്, അറ്റസ്റ്റേഷൻ തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായി 2,66,666 കോൺസുലർ സർവീസുകൾ റിയാദ് എംബസി ഈ വർഷം പൂർത്തീകരിച്ചിട്ടുണ്ട്. KCM അബ്ദുള്ള, മീഡിയ 1, റിയാദ്. കുവൈത്തിലേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിച്ച 6 യമൻ സ്വദേശികളെ എമിഗ്രേഷൻ വിഭാഗം അറസ്റ്റ് ചെയ്തു. കര അതിർത്തി വഴി രാജ്യത്തേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നതിനിടെ പിടിയിലായ ഇവർ യാചന നടത്താനാണ് വന്നതെന്ന് പോലീസിന് മൊഴി നൽകി.